ദിവസങ്ങളായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ലാവോസിലെ ഗുഹാ ദുരന്തത്തിൽ ഒടുവിൽ പ്രതീക്ഷയുടെ ആദ്യ കിരണം. പ്രളയജലം ഇരച്ചുകയറിയതിനെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി ഭൂമിയുടെ അടിത്തട്ടിലെ ഇരുണ്ട ഗുഹയിൽ കുടുങ്ങിക്കിടന്ന 7 പേരിൽ ആദ്യത്തെയാളെ അതിസാഹസികമായി പുറത്തെത്തിച്ചു. വിദഗ്ധരായ ഡൈവർമാരുടെ നേതൃത്വത്തിൽ നടന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിറപുഞ്ചിരിയോടെ രക്ഷകർക്ക് മുന്നിലേക്ക്. ഗുഹയ്ക്കുള്ളിൽ ഡൈവർമാർ ചിത്രീകരിച്ച വീഡിയോയിൽ മരണത്തെ മുഖാമുഖം കണ്ട നാളുകൾക്കൊടുവിൽ ഒരു ചെറിയ ഉണങ്ങിയ തിട്ടയിൽ ഒന്നിച്ചിരിക്കുന്ന മനുഷ്യരെ കാണാം. തങ്ങളെ തേടി രക്ഷകരെത്തിയതോടെ ഇവരുടെ മുഖങ്ങളിൽ ആശ്വാസത്തിന്റെ വലിയ പുഞ്ചിരി വിടർന്നു. തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തകർ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകുകയും പിന്നീട് ഇടുങ്ങിയ വഴിയിലൂടെ വളരെ ശ്രദ്ധയോടെ പുറത്തേക്ക് നയിക്കുകയും ചെയ്തു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിന് പുറത്തെത്തിച്ച ഇദ്ദേഹത്തെ അതീവ ജാഗ്രതയോടെയാണ് മെഡിക്കൽ സംഘം സ്വീകരിച്ചത്. ശരീര താപനില നിലനിർത്താനായി ഉടൻ തന്നെ ഫോയിൽ ബ്ലാങ്കറ്റുകൾ പുതപ്പിച്ചു. പുറത്തെത്തിച്ചയാൾക്ക് കടുത്ത നെഞ്ചുവേദനയും വിശപ്പും അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇനിയും ഗുഹയ്ക്കുള്ളിൽ അവശേഷിക്കുന്ന 2 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്വർണവേട്ടയ്ക്കിടെ വിനയായത് കനത്ത മഴയാണ്. കഴിഞ്ഞ മെയ് 20-നാണ് കേവലം ഭാഗ്യം തേടിയിറങ്ങിയ ആ സംഘം ദുരന്തത്തിൽപ്പെട്ടത്. മധ്യ സൈസോംബോൺ പ്രവിശ്യയിലെ വിദൂരമായ മലയോര മേഖലയിൽ സ്വർണം തിരഞ്ഞു പോയതായിരുന്നു ആ 7-അംഗ സംഘം. എന്നാൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിലും പ്രളയത്തിലും ഗുഹയ്ക്കുള്ളിൽ വെള്ളം നിറഞ്ഞതോടെ ഇവർ അകപ്പെടുകയായിരുന്നു. തുടർച്ചയായ തെരച്ചിലുകൾക്കൊടുവിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാണാതായവരിൽ 5 പേർ ജീവനോടെയുണ്ടെന്ന നിർണായക വിവരം രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയത്. ഗുഹയുടെ പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 984 അടി ഉള്ളിലായുള്ള ഒരു ഇടുങ്ങിയ സുരക്ഷിത ഭാഗത്ത് ഒന്നിച്ചു കഴിയുകയായിരുന്നു ഇവർ. എന്നാൽ ബാക്കി 2 പേരെക്കുറിച്ചുള്ള സൂചനകൾ ഇനിയും ലഭ്യമായിട്ടില്ല. ചെളിയിൽ കുളിച്ച അവസ്ഥയിലുള്ള യുവാവിനെ 3 രക്ഷാപ്രവർത്തകർ ചേർന്ന് താങ്ങിപ്പിടിച്ച് നടത്തുന്ന ചിത്രം രക്ഷാപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 4 പേരുടെ ആരോഗ്യനില വിലയിരുത്തിയ ശേഷം കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരുമെന്ന് തായ് സംഘാംഗമായ കെങ്കാർഡ് ബോങ്ഗാവോങ് വ്യക്തമാക്കി. ഗുഹയ്ക്കുള്ളിലെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ മുൻഗണന നൽകുന്നത്. എന്നാൽ പ്രദേശത്ത് പെയ്യുന്ന കനത്ത മൺസൂൺ മഴ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. സൈസോംബോൺ പ്രവിശ്യയുടെ 60% പ്രദേശങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച പെയ്ത കനത്ത മഴയിൽ ഗുഹയ്ക്കുള്ളിൽ കൂടുതൽ മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമായതോടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിദഗ്ധർ ലാവോസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തായ്ലൻഡ്, ഫ്രാൻസ്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ഡൈവിംഗ് വിദഗ്ധർ വെള്ളിയാഴ്ചയോടെ ക്യാമ്പിലെത്തി. കയറുകളും സ്ട്രക്ചറുകളും കേബിളുകളും ഉപയോഗിച്ചുള്ള പ്രത്യേക മോക്ക് ഡ്രില്ലുകളും ഗുഹയ്ക്ക് പുറത്ത് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ 2018-ലെ തായ്ലൻഡ് താം ലുവാങ് ഗുഹാ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ലാവോസിലെ ഈ സംഭവം.